ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്ത് കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ്? അല്ല മടിക്കണ്ട, കടന്നു വരൂ. ആ കാട്ടുപോത്തിന്റെ ചെവിയുടെ പുറകിൽ നിന്ന് കിട്ടിയ വെടിയും രണ്ടാം പ്രതി ബെന്നിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി എല്ലാം കൊള്ളാം. പക്ഷെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി. അതാണ് പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും. ആരോട് ചോദിച്ചിട്ട്? ഇതിനാണോ ഇക്കണ്ട പണിയൊക്കെ ഞാൻ എടുത്തത്? പറ. നട്ടപ്പാതിരിക്ക് ഉറക്കം കളഞ്ഞ് കാട്ടി കയറിട്ട് അവസാനം ഞാൻ അയ്യോ പേടിച്ചു പോയോ? പാപ്പച്ച എന്താണോ താനിങ്ങനെ? തനിക്ക് പറഞ്ഞു മനസ്സിലായി, തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത്. എന്ത് കാര്യത്തിന്? എനിക്ക് ഇന്ത്യൻ ജുഡി നിങ്ങൾ ഫോറസ്റ്റുകാരോട് ഒടുക്കത്ത് ബഹുമാനം. അതുകൊണ്ട് മാമലക്കുന്ന് തിരുനാള് കൊടിയേറി പാപ്പച്ചൻ ഒന്നുകൂടെ കയറി. എന്തായാലും കാട്ടുപോത്ത് എരുമയെ മാറിയതിന് കോടതി കയറണോ? അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് എന്നെ സന്തോഷമായിട്ട് വിലങ്ങണിയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി. പുറത്ത് പേരിൽ പിടിച്ചിരിക്കുന്ന ലോക്കൽ ചൊന്നിലൂടെ ക്യാമറ കളിച്ചിട്ട് പോകും. വിളിക്കണം. ഞാൻ ഇറങ്ങട്ടെ സാറേ. അപ്പൊ ശരി, അപ്പൊ നമസ്കാരം. കളിച്ചുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ച അവസാനം എന്നെ തോക്കൊണ്ട് ഒടിക്കലടാ കള്ള കഴിവേറി. അപ്പച്ചാ എന്താടാ ഇനിയിപ്പൊ നിന്റെ കേസ് തരാതെ തീരുമാനമാവോ? പോലീസുകാരുടെ ഫോറസ്റ്റുകാരുടെ അവൻ കുത്തിക്കഴപ്പാറി നിന്റെ നോക്കിറങ്ങി പോയോ? മതി. അല്ല അപ്പുറം നടക്ക്. ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും. ഇനി തോക്കും കൊണ്ടല്ലാതെ നീ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. ആ